നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. അർജുനെ, ധർമ്മസ്ഥലയിലെ ഈ പറയുന്ന ഒരുപാട് ആളുകളെ കാണാതായി, ഒരുപാട് സ്ത്രീകളെ കൊന്ന് കുഴിച്ചുമൂടി എന്നുള്ള വാർത്ത ഞെട്ടിക്കുന്ന വാർത്തയായിരുന്നു. ഇപ്പൊ അവിടെ പറയുന്ന വീരേന്ദ്ര ഹെഡ്ഗെ എന്ന് പറയുന്ന ജൈൻ മതത്തിലുള്ള അയാളെ പറ്റിയുള്ള കാര്യങ്ങൾ, അയാളുമായി ബന്ധപ്പെട്ട ആ അമ്പലവുമായി ബന്ധപ്പെട്ട ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഇങ്ങനെ വലിയ വിവാദമായി നിൽക്കുന്ന സമയത്താണ് കേരളത്തിൽ ഇതേപോലെ ഒരു സെയിം സംഭവം ആവർത്തിക്കുന്നത്. അതായത് നമ്മുടെ ചേർത്തലയ്ക്കടുത്ത്, അതായത് ഈ പറയുന്ന സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന വ്യക്തിയെ എത്ര ആളെയാണ് അദ്ദേഹം കൊന്നു കുഴിച്ചിട്ടത് എന്നുള്ള ഇപ്പോഴും ഒരു ധാരണ കിട്ടിയിട്ടില്ല എന്ന് മാത്രമേ പറയുന്ന 100-ൽ പരമാണെന്ന് എന്ന് പറയുന്നു. എനിക്കറിയില്ല. ഈ സ്ത്രീകളെ, പ്രത്യേകിച്ച് സ്ത്രീകളെ മയക്കി എടുത്ത് സൈക്കോ, അതായത് പക്കാ സൈക്കോ കില്ലറായി നിൽക്കുന്ന ഒരാളാണ് ഈ പറയുന്ന സെബാസ്റ്റ്യൻ എന്ന് പറയുന്നത്. പക്ഷേ ധർമ്മസ്ഥലയിൽ നമ്മുടെ മാധ്യമങ്ങൾ കൊടുക്കുന്ന ആ ഒരു മാധ്യമ പ്രാധാന്യത്തിന്റെ 10-1 പോലും എവിടെ കൊടുക്കുന്നില്ല? ചേർത്തലയിൽ കൊടുക്കുന്നില്ല. എന്തുകൊണ്ടാണ് അത് വരാത്തത് എന്നുള്ളതാണ്. ഈ കേരളം ഭരിക്കുന്ന സൈബർ സഖാക്കളുണ്ടല്ലോ, അതായത് കേരളം അവരാണല്ലോ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവര് ധർമ്മസ്ഥലയിലും മറ്റ് സംസ്ഥാനത്തുമൊക്കെ എന്തെങ്കിലുമൊക്കെ നടക്കുന്ന സമയത്ത് അവർ പറയുന്ന അവിടുത്തെ കുഴപ്പം കൊണ്ടാണ്, ഇതുകൊണ്ടാണ് എന്നൊക്കെ പറയുമ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പിന്റെ പരാജയം, അതെ, ആഭ്യന്തരവും ഭരണം തന്നെ പരാജയമാണ്, അത് വേറെ കാര്യം. പക്ഷെ ഇവരെന്തുകൊണ്ട് ഇതിനെപ്പറ്റി സംസാരിക്കുന്നില്ല? ഒരാളും ചേർത്തലയിലേക്ക് ഈ ഭരണപരാജയം അല്ലെങ്കിൽ ഈ പറയുന്ന ആഭ്യന്തര വകുപ്പ് ക്രമസമാധാനം പരാജയപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് മാർച്ച് നടത്തില്ല എന്നാണ് എന്റെ സംശയം. എല്ലാത്തിനും അവസാനം നമുക്ക് സിസ്റ്റം ശരിയല്ല എന്ന് പറഞ്ഞ് ആശ്വസിക്കാനുള്ള ഒരു വകുപ്പാണ് എല്ലാ കാര്യങ്ങളിലും. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഇതിലും ആ ഒരു രീതിയിലേക്കാണ്. അല്ല, ഇവർ അധികാരത്തിൽ വരുന്ന സമയത്ത് എന്താ പറഞ്ഞത്? LDF വരും, എല്ലാം ശരിയാവും എന്ന് പറഞ്ഞുകൊണ്ടല്ലേ അതിന് സിസ്റ്റം ഉൾപ്പെടെ ശരിയാക്കുമെന്നായിരുന്നു പറഞ്ഞെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോ പണ്ട് ഉണ്ടായിരുന്ന സിസ്റ്റം പോലും ഇപ്പൊ നിലവിലില്ലാത്ത അവസ്ഥയിലല്ലേ? അല്ല, എല്ലാ സിസ്റ്റങ്ങളും ശരിയായിക്കൊണ്ടിരിക്കുകയാണ്. സമ്പൂർണ്ണമായിട്ട് ശരിയായിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ഇനി ഇതിലും അധികം ശരിയാവാനായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് കേരളം എത്തിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം കേരളം ഇപ്പോ കുറ്റകൃത്യങ്ങളുടെയും ഈ പറയുന്ന മയക്കുമരുന്നിന്റെയും എല്ലാം ഒരു സങ്കേതമായി മാറിയിരിക്കുന്ന ഒരു കാഴ്ചയാണ്. ഇതെല്ലാം മറന്നുകൊണ്ട് ഞാൻ ആലോചിക്കുന്നത്, നമ്മൾ UP-യിൽ തേടി പോകുന്നു, നമ്മൾ മധ്യപ്രദേശിലേക്കും ഛത്തീസ്ഗഡിലേക്കും തേടി പോകുന്നു. അവിടുത്തെ സംഭവവികാസങ്ങൾ എന്തോ വലിയ സംഭവവികാസങ്ങളായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നു. പക്ഷെ കേരളത്തിൽ അരങ്ങേറുന്ന ഇത്തരത്തിലുള്ള പ്രവൃത്തികളെ പറ്റിയിട്ട് നമുക്ക് യാതൊരു ചർച്ചയും ഇല്ല, അന്തിചർച്ചയും ഇല്ല, യാതൊരു നീക്കുപോക്കുകളും നമ്മൾ നടത്തുന്നില്ല. അപ്പൊ മാധ്യമങ്ങൾ മാത്രമല്ല, ജനങ്ങളും ഉൾപ്പെടെ എനിക്ക് തോന്നുന്നു കേരളത്തിൽ അരങ്ങേറുന്ന ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ജനങ്ങൾക്കും വലിയ താല്പര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഞാനിപ്പോ അത് ആലോചിച്ചത്, അതായത് നമ്മുടെ കന്യാസ്ത്രീകളുടെ വിഷയം വന്നല്ലോ. ഈ ഛത്തീസ്ഗഡിൽ ഒരു വലിയ വാർത്തയല്ല, പക്ഷെ കേരളത്തിലാണ് ഇത് വലിയ വാർത്തയായത്. കേരളത്തിൽ അങ്ങേയറ്റം ഒരു രാഷ്ട്രീയപരമായി മുതലെടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇവിടെ നടന്നു. അതുപോലെ തന്നെ ധർമ്മസ്ഥല വെച്ചുകൊണ്ട് അവിടെയാണ് മാക്സിമം കുറ്റം പറയുന്നത്. അവിടെ ധർമ്മസ്ഥലയിൽ പക്ഷെ സംഘികളെ എങ്ങനെയുണ്ട് കുറ്റം പറയണമെന്നുള്ള കാര്യം ഇവിടെ നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇതിന്റെ ഉള്ളോട്ട് എത്തിയ സമയത്ത് ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ചത് അവിടെയുള്ള വീരേന്ദ്ര ഹെഡ്ഗെ എന്ന് പറയുന്ന ഈ പറയുന്ന ജൈൻ മതത്തിലെ പ്രബലനായ അവിടുത്തെ നേതാവും അയാളുടെ അനുയായികളുമാണ് എന്ന് മനസ്സിലായതോടുകൂടി 1994 മുതൽ 2012 വരെയുള്ള സമയങ്ങളിൽ അവിടെ ഏറ്റവും കൂടുതൽ ഈ സ്ത്രീകളെ കൊന്നു കുഴിച്ചു മൂടി എന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പൊ ആ സമയത്ത് ഏറ്റവും കൂടുതൽ കർണാടക ഭരിച്ചത് കോൺഗ്രസിന്റെ സമയത്താണ് ഏറ്റവും കൂടുതൽ നടന്നത്. അതോടുകൂടി അവിടുത്തെ ധർമ്മസ്ഥലയ്ക്ക് ഒരു പ്രാതിനിധ്യം, അതായത് ആവശ്യത്തിന് അങ്ങ് പറയുന്നില്ല. അപ്പൊ സംഖ്യയിൽ ആക്രമിച്ചുകൊണ്ടിരിക്കുക, സംഖ്യയിൽ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോഴും അവിടെ ഭരിക്കുന്ന ആരാ? ഇപ്പോഴും ഭരിക്കുന്നത് കോൺഗ്രസ് അല്ലെ? വീരേന്ദ്ര ഹെഗ്ഡെക്കെതിരെ എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? വീരേന്ദ്ര ഹെഗ്ഡെ ഈ അന്വേഷണത്തിന്റെ പരിധിയിലേ വന്നിട്ടില്ല എന്നുള്ളതാണ്. കോൺഗ്രസ് ഗവൺമെന്റിന്റെ ആഭ്യന്തരവും സമ്പൂർണ്ണ പരാജയമാണ് അവിടുത്തെ. മാത്രമല്ല അവിടുത്തെ SIT ഉദ്യോഗസ്ഥൻ സാക്ഷിയെ തന്നെ ഭീഷണിപ്പെടുത്തുകയാണ്, കേസെടുക്കുന്നില്ല. ഈ സുവർണ ഭട്ട് എന്ന് പറയുന്ന അവിടെ കാണാതായ ആ പെൺകുട്ടി അവിടെ നിന്ന് 2-3 സുഹൃത്തുക്കൾക്കൊപ്പം അവിടെ എത്തുന്നു. 2 പേര് ഈ ഷോപ്പിങ്ങിന് പോകുന്നു. ഒരു കുട്ടി അമ്പലത്തിലേക്ക്, അതായത് ഈ പറയുന്ന സുവർണ ഭട്ട് അമ്പലത്തിൽ തൊഴാൻ വേണ്ടിയാണ് പോകുന്നത്. ക്ഷേത്രത്തിന്റെ ഉള്ളിൽ നിന്നാണ് ഈ പെൺകുട്ടിയെ ഈ ക്ഷേത്ര ജീവനക്കാർ പിടിച്ചോണ്ട് പോകുന്നത്. മനസ്സിലാക്കണം. അത് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി പറയുമ്പോൾ പോലീസുകാർ ഇവരെ ഭീഷണിപ്പെടുത്തി പറഞ്ഞേക്കാണ്. ആരെ? ഈ അമ്മയാണെന്നറിയോ? CBI-യിൽ ജോലി ചെയ്യുന്ന സ്റ്റെനോഗ്രാഫറാണ്. അങ്ങനെയുള്ള ഒരാളെയാണ് ഇവരെ ഭയപ്പെടുത്തി പറഞ്ഞയക്കുന്നത്. ഇതേപോലെ തന്നെയാണ്. അപ്പം ഞാൻ പറയുന്നത്, അല്ല, അതും നമ്മൾ മനസ്സിലാക്കേണ്ടത് രാഹുൽ ഗാന്ധി സ്നേഹത്തിന്റെ കട തുറന്ന കർണാടകയിലെ അവസ്ഥയാണിത്. അതെ, അതുകൊണ്ട് ഇപ്പൊ അധികം ആരും അങ്ങനെ അതൊരു ചർച്ച വിഷയമാക്കുന്നത്. ഞാൻ പറഞ്ഞത്, ഇതിൽ
ഇപ്പം BJP കോൺഗ്രസ് CPM എന്നുള്ളതല്ല, മറിച്ച് ഇത്തരത്തിലുള്ള ഭയങ്കരമായ അതിഭയാനകമായ നീതി നിഷേധങ്ങൾ നടക്കുമ്പോൾ ഈ എന്തുകൊണ്ടാണ് കുറ്റകൃത്യങ്ങൾക്കെതിരെ പ്രതികരിക്കണം എന്നുള്ളതാണ്, കണ്ണും കെട്ടി പ്രതികരിക്കണം എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ അത്തരത്തിൽ കുറ്റകൃത്യങ്ങൾക്കെതിരെ പ്രതികരിക്കുന്നുണ്ടോ? നമ്മൾ മാധ്യമങ്ങൾ മാത്രമല്ല, കുറ്റകൃത്യങ്ങൾക്കെതിരെ അങ്ങനെ ഒരു പ്രതികരിക്കുന്ന ഒരു രീതി നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്? ഒരിക്കലുമില്ല. നമ്മൾ കേരളത്തിൽ നടക്കുന്ന സംഭവവികാസങ്ങളെ നമ്മൾ പലപ്പോഴും നമ്മൾ നിസ്സാരവൽക്കരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. നേരെ മറിച്ചുകൊണ്ട് അത് മറ്റു ഉത്തരേന്ത്യയിലോ മറ്റു പല മേഖലകളിലോ നടന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ 2-3 ദിവസം ചർച്ചയാക്കും, അത് വലിയൊരു വിവാദമാക്കി മാറ്റും, ഇവിടെ പ്രതിഷേധങ്ങൾ നടത്തും. എന്തിനാണ് ഹമാസിന്റെ കാര്യം കൂടി നമുക്കറിയാമല്ലോ. പക്ഷെ ഇതേ സംഭവവികാസങ്ങൾ തന്നെ കേരളത്തിൽ നടന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ യാതൊരു വിധത്തിലുള്ള ചർച്ചയുമില്ല, അത് കുറ്റകൃത്യങ്ങൾക്കെതിരെ പ്രതികരിക്കാനായിട്ടുള്ള ഒരു നട്ടലുമില്ല. പക്ഷെ മറ്റു പല സംസ്ഥാനങ്ങളിലും നടന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ ഗവൺമെന്റ് പരാജയമാണ്, ABP പറയുന്ന നമ്മുടെ പ്രധാനമന്ത്രി ഉത്തരം പറയേണ്ടി വരും. ആ ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ഇതിനെതിരെ നമ്മൾ ഏതൊരു വിഷയത്തെയും നമ്മുടെ രാഷ്ട്രീയ വിരോധം കൊണ്ട് എതിർക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോ ഇത് തന്നെ ഈ ഒരു വിഷയം തന്നെ സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട ഒരു വിഷയം തന്നെ വലിയ പ്രാതിനിധ്യമൊന്നും മാധ്യമങ്ങളിൽ ലഭിച്ചിട്ടില്ല. അല്ല, സെബാസ്റ്റ്യന്റെ വിഷയത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇവിടുത്തെ പ്രതിപക്ഷമുണ്ട് കോൺഗ്രസ്, ഇവിടുത്തെ മുഖ്യ പ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസും പ്രതിപക്ഷ നേതാവ് VD സതീശനും ഉൾപ്പെടെയുള്ള ആളുകൾ എന്തുകൊണ്ടാണ് ഈ ചേർത്തലയിലെ സംഭവത്തിൽ ഒരു അക്ഷരം മിണ്ടാത്തതെന്നാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. കാരണം കോൺഗ്രസിന് പോലും കേരളത്തിലെ അവസ്ഥ മോശമാണ് എന്ന് പറഞ്ഞാൽ അത് സംഖ്യയെടുത്ത് ഉപയോഗിക്കുമോ എന്നൊരു ഭയമുണ്ട്. അതുകൊണ്ട് ഇവിടെ നടക്കുന്ന ഒരു കാര്യത്തെ പറ്റി അദ്ദേഹം പോലും സംസാരിക്കുന്നില്ല. ഇവിടെ ഗതികേടിന്റെ വക്കിലാണ് ജനങ്ങൾ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് അല്ലെങ്കിൽ പോലീസ്, ഞാൻ പറയുന്നത് 2006 മുതൽ 2025 വരെ ആണ് ഈ കൊലപാതകങ്ങൾ ചേർത്തലയിൽ ഈ പറയുന്ന സൈക്കോ കില്ലർ നടത്തിയത്. കേരളത്തിലെ ഇന്റലിജൻസ് എന്ത് ചെയ്യായിരുന്നു? കേരളത്തിലെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് അങ്ങനെയുണ്ടല്ലോ, പോലീസ് ഡിപ്പാർട്ട്മെന്റും ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭാഗത്തെ നമ്മൾ ഈ സാധാരണക്കാരന്റെ പൈസ എടുത്ത് കൊടുക്കുന്നില്ല. സമ്പൂർണ്ണ പരാജയമാണ് എന്ന് തന്നെ വേണം കരുതാൻ. നമുക്കറിയാമല്ലോ, ഈ പറയുന്ന ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത്, പോലീസിന്റെ അവസ്ഥ എന്ന് പറയുന്നത് തന്നെ ദാരുണമായിട്ടുള്ള അവസ്ഥയാണ്. ഒട്ടനവധി ചെറുപ്പക്കാരെ ഈ പറയുന്ന പോലീസിലെ വ്യക്തികളെ ഈ പറയുന്ന ജോലിഭാരം താങ്ങാനാവാതെ ആത്മഹത്യ ചെയ്യുന്ന ഒരു കാഴ്ച. അതോടൊപ്പം തന്നെ ഈ പറയുന്ന പോലീസ് വണ്ടികൾക്ക് പെട്രോൾ അടിക്കാനുള്ള ഫണ്ട് പോലും ഇല്ലാത്തൊരവസ്ഥയിലാണ് എത്തി നിൽക്കുന്നത്. അപ്പൊ അവിടെയും സിസ്റ്റം മോശമാണ്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസിന്റെ ഈ പറയുന്ന സിസ്റ്റം പോലീസിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് മൊത്തം തരിപ്പണമായി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് എത്തി നിൽക്കുന്നത്. മാത്രമല്ല, പോലീസിൽ ഇപ്പൊ ഗ്രേഡിംഗ് കൊണ്ടുവന്നിട്ടുണ്ട് പിണറായി സർക്കാർ. ഗ്രേഡിംഗ് എന്ന് പറയുമ്പോൾ ഈ പോലീസിലെ സബ് ഇൻസ്പെക്ടർ ആയിട്ടുള്ള ആൾക്ക് പോലും കാര്യമായി ഒരു വിലയും ഇല്ലാത്ത അവസ്ഥയിലേക്ക് കേരളത്തിലെ പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ കൊണ്ടുപോയി എന്നുള്ളതാണ്. SHO എന്ന് പറയുന്ന പുതിയ പോസ്റ്റ് വന്നതിന് ശേഷം സബ് ഇൻസ്പെക്ടറൊക്കെ വെറുതെ ഇരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക്, അവർക്ക് കാര്യമായിട്ട് പെട്രോളിങ്ങിന് പോലും പോകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ കോൺസ്റ്റബിൾ അല്ലാത്ത സാധാ സിവിൽ പോലീസ് ഓഫീസേഴ്സ് എന്നുള്ള നിലയ്ക്ക് സാധാരണ ഒരു ഗ്രേഡും ഇല്ലാത്ത പോലീസ് വരെ സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് ഇപ്പോഴത്തെ ഈ പുതിയ നീക്കം പോയിട്ടുണ്ട്. അതിൽ ഈ പറയുന്ന പോലീസ് സംഘടന വരെ ശക്തമായ അമർഷമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം കേരളത്തിൽ ഇതൊക്കെ നടക്കണമെങ്കിൽ, കേരളത്തിൽ ഇതൊക്കെ നടക്കുന്നത് തീരുമാനിക്കുന്നത് പിണറായി വിജയനും CPM ആയതുകൊണ്ട് ഒരക്ഷരം ആരും ശബ്ദിക്കില്ല എന്നുള്ളതാണ്. ഇപ്പോ ഈ കഴിഞ്ഞ പോലീസ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരി ഭാഗത്ത് അവിടെ നിന്ന് ഈ അസോസിയേഷനിലേക്ക് മത്സരിച്ച് ജയിച്ചത് UDF അനുകൂല പാനലാണ്, കോൺഗ്രസ് അനുകൂല പാനലാണ്. ആലോചിക്കണം, ഒരു കാലഘട്ടത്തിലും എന്തില്ലായിട്ടില്ല കോൺഗ്രസ് അനുകൂല പാനൽ ജയിച്ചിട്ടില്ല. ഇവിടെ ഭരണം CPM ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരിക്കലും ഇവർ ജയിച്ചിട്ടില്ല. മാത്രവുമല്ല, ഇടത് അനുകൂല പാനലിന് ഒരു പ്രത്യേകത കൂടെയുണ്ട്. അതായത് കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഒരു തവണ ഇടത് അനുകൂല പാനൽ സംസ്ഥാന തലത്തിൽ വിജയിച്ചിരുന്നു. പക്ഷെ അത് നേരെ ചരിത്രം മാറുകയാണ്. ഈ CPM-ന് ഈ പിണറായി ഭക്തി ഒക്കെ നിൽക്കുമ്പോഴും ഈ പോലീസുകാർ പോലും ഈ പിണറായിത്തോടുള്ള എതിർപ്പ് വോട്ടിലൂടെ രേഖപ്പെടുന്ന അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഈ ചേർത്തലയിലെ വിഷയം കൂടി ഒന്ന് നോക്കിയിട്ട് പെട്ടെന്ന് അവസാനിപ്പിക്കാനാണ് എനിക്ക് തോന്നുന്നത്. ഈ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ആള് പള്ളിപ്പുറത്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ എത്തിച്ച് തിങ്കളാഴ്ചയാണ് ഇപ്പൊ നിലവിൽ തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റുമാനൂർ സ്വദേശിയായിട്ടുള്ള ജൈനമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കാണാതായതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ് ഈ സെബാസ്റ്റ്യന്റെ പങ്ക് പോലീസിന് കൃത്യമായിട്ട് മനസ്സിലാവുന്നത്. ഈ ജൈനമ്മയും സെബാസ്റ്റ്യനും തമ്മിലുള്ള ബന്ധം ഉണ്ടായിരുന്നു. ആ ബന്ധം പോലീസ് അന്വേഷിക്കുന്നു. അതുവരെ ഇരുട്ടിൽ തപ്പിക്കളിച്ച പോലീസ് ഈ സെബാസ്റ്റ്യനിലേക്ക് എത്തിയതോടുകൂടി കൃത്യമായി ചില അന്വേഷണങ്ങൾ പോകുമ്പോൾ ഒരു ജ്വല്ലറിയിൽ ഇയാളുടെ ടവർ ലൊക്കേഷനുകളും മറ്റു കാര്യങ്ങളും പരിശോധിച്ചപ്പോൾ ഈ കാണാതാവുന്ന അന്ന് ഈ ജൈനമ്മയും ഈ സെബാസ്റ്റ്യനും ഒരു ടവർ ലൊക്കേഷന്റെ
ടവർ ലൊക്കേഷന്റെ കീഴിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് കൃത്യമായി പോലീസിന് മനസ്സിലാവുന്നു. അതുവഴി അവർ നടത്തിയ അന്വേഷണത്തിൽ ഒരു ജ്വല്ലറിയിൽ ജൈനമ്മ ധരിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ ഒരു ജ്വല്ലറിയിൽ കൊണ്ടുപോയി പണയം വെക്കാൻ വേണ്ടി കൊടുത്തതായിട്ട് കാണുന്നു. അങ്ങനെയാണ് ഈ അന്വേഷണം കൃത്യമായി ഇയാളിലേക്ക് എത്തുന്നത്. ഈ ജൈനമ്മയുടെ കേസ് വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഇത് തെളിവ് പോലുമില്ല എന്ന കാലത്തുമല്ല, പിന്നെയും ഈ സൈക്കോ കില്ലർ കേരളത്തിൽ ഉടനീളം നടന്നുകൊണ്ട് വീണ്ടും സ്ത്രീകളെ വലയിലാക്കുകയും വീണ്ടും കൊലപാതകം നടത്തിക്കൊണ്ടിരിക്കും. അതായത് നമ്മൾ ആലോചിക്കേണ്ട ഇദ്ദേഹത്തിന് 60-65 വയസ്സ്, 68 വയസ്സുണ്ടല്ലോ. അപ്പൊ ഈ ഒരു പ്രായത്തിലും ഇദ്ദേഹം ഇത്രമാത്രം ശക്തിയുക്തമായിട്ട് കൊലപാതകങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നമ്മൾ അറിയുന്നത്. മാത്രമല്ല 4-5 ആളുകളുടെ കേസ് ഇപ്പൊ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പൊ ചേർത്തല സ്വദേശിയായിട്ടുള്ള ബിന്ദു പത്മനാഭൻ എന്ന് പറയുന്ന ആ വനിതയുമായി ബന്ധപ്പെട്ട്, അവരുടെ കാണാതാവലുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഒരു ഫാത്തിമ എന്ന് പറയുന്ന ഒരു യുവതിയുമായി ബന്ധപ്പെട്ട്, ആ പരിസര പ്രദേശത്ത് കാണാതായ ഒരു യുവതിയുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെ നിരന്തരമായിട്ടുള്ള സംശയങ്ങളാണ് ഇദ്ദേഹത്തിനെതിരെ വന്നിട്ടുള്ളത്. ഇയാളിപ്പോ നിലവിൽ ജൈനമ്മ എന്ന് പറയുന്ന ആളുടെ കേസ് മാത്രമാണ് സെബാസ്റ്റ്യൻ സമ്മതിച്ചിട്ടുള്ളത്. സെബാസ്റ്റ്യന്റെ വീടും പരിസരവും നോക്കിക്കഴിഞ്ഞാൽ അവിടെ കാട് മൂടിക്കിടക്കുന്ന വീടും ഒപ്പം ചതുപ്പ് നിലങ്ങളും 2 കുളങ്ങളും ഒക്കെ അടങ്ങുന്നതാണ്. ഇത്തരം സൈക്കോപാത്തുകളും സീരിയൽ കില്ലേഴ്സും വർദ്ധിച്ചു വരുന്ന ഒരു പ്രവണതയാണ് കേരളം മൊത്തം കണ്ടുകൊണ്ടിരിക്കുന്നത്, അല്ലെ? നമ്മൾ ഇത്തരം മാതൃകയിലുള്ള ഒരുപാട് കേസുകളിലേക്ക് വന്നെത്തുന്നുണ്ട്. പക്ഷെ പോലീസിന്റെ കാര്യക്ഷമമല്ലാത്ത അന്വേഷണം കൊണ്ട് മാത്രം അതൊന്നും എങ്ങുമെത്താതെ പോകുന്നു. അല്ല, കേരളത്തിൽ ഇപ്പോ ഈ പറയുന്ന പോലെ എന്താണ് ക്രമസമാധാനം എന്നുള്ളത് ഇല്ലാതായിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം സകലമായ ആളുകളും ലഹരി കേസുകളിൽ കുടുങ്ങുന്നു. ലഹരി വ്യാപകമായിട്ടുള്ള മയക്കുമരുന്നിന്റെ ഒരു ഹബ്ബായിട്ട് മുമ്പ് അത് പഞ്ചാബ് ആയിരുന്നെങ്കിൽ ഇന്നത് കേരളമായി മാറി. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഈ പറയുന്ന പോലെ ഏറ്റവും തുടങ്ങാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ല മികച്ചൊരു ബിസിനസ് അല്ലെങ്കിൽ വ്യവസായമായിട്ട് ഈ പറയുന്ന മയക്കുമരുന്ന് മാറിയിരിക്കും. അതിന് ആരാണ് പിന്തുണ കൊടുക്കുന്നത്? അതിന് പിന്തുണ ഈ പറയുന്ന രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. നമുക്കറിയാം, ഇപ്പോ പോലീസ് ഡിപ്പാർട്ട്മെന്റുകളുടെ ഭാഗത്തു നിന്നുണ്ട്. കാക്കനാട് ആപ്രസൺ ഓഫീസറുടെ കാര്യമൊക്കെ അറിയാൻ പറ്റും. പോലീസ് ഡിപ്പാർട്ട്മെന്റുകളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നു, രാഷ്ട്രീയ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നു, രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിൽ നിന്നുകൊണ്ടുണ്ടാവുന്നു. അപ്പൊ ഇതെല്ലാം ഇത് 1-2 വിൽപ്പനക്കാരെ പിടിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. ഇതിന്റെ ഏറ്റവും അവസാനത്തെ കണ്ണി ആരാണ് എന്നതിലേക്ക് എത്തുമ്പോൾ അവിടെ നിന്ന് പോകണം. അല്ല, ഇതിന്റെ രസം അത് മാത്രമല്ല, ഇതിന്റെ വിൽപ്പന നടത്തുന്ന കൂട്ടർ തന്നെ ഇതിനെതിരെ ജാഗ്രത നടത്തുന്നു എന്നുള്ളതാണ്. ജാഗ്രതയും ബോധവൽക്കരണവും നടത്തുന്നത് ഇതിന്റെ വിൽപ്പന നടത്തുന്ന കൂട്ടരാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു എന്താണ് വിരോധാഭാസമായിട്ട്. എന്തായാലും കേരളത്തിന്റെ ഈ പറയുന്ന എല്ലാ മേഖലകളും ഇപ്പൊ ഒരു ഭാഗത്ത് വിലക്കയറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെളിച്ചെണ്ണയ്ക്ക് 500 കടന്ന അവസ്ഥയിലേക്ക് എത്തി നിൽക്കുമ്പോൾ മറുഭാഗത്ത് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മൾ ഈ പറയുന്ന പെട്രോളിന്റെ വില മാത്രമേ നമ്മൾ കണക്കാക്കൂ. തീർച്ചയായും വെളിച്ചെണ്ണയ്ക്ക് 500 കടന്നു നമ്മൾ കണക്കാക്കില്ല, അതൊന്നും പ്രശ്നമല്ല. പെട്രോളിന്റെ വില മാത്രമേ നമ്മൾ കണക്കാക്കുള്ളൂ. ഇന്ന് നമ്മുടെ കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന കേരളത്തിലാണ്. തീർച്ചയായിട്ടും ഏറ്റവും ഉയർന്നു നിൽക്കുന്നത് 6-7% വരെ. രാജ്യത്തിന്റെ മൊത്തം 2% അത് കേരളത്തിന്റെ 7%. ഈ സർക്കാർ കൺസ്യൂമർ ഫെഡ് സ്റ്റോറുകളിൽ പോലും ഒരു കാര്യം, അതായത് ഒരു ആവശ്യ വസ്തുക്കളും ഇല്ലാത്ത രീതിയിലേക്ക് കേരളത്തെ കൊണ്ടുപോയി എത്തിച്ചിരിക്കുകയാണ് ഈ ഭരണം എന്നുള്ളതാണ്. അപ്പോഴും മൗനമായിരിക്കുന്ന ഒരു പ്രതിപക്ഷത്തെയും ഞാനിവിടെ കാണുന്നു എന്നുള്ളതാണ്. അത് BJP ഉണ്ട്. BJP കാര്യമായിട്ടൊരു പ്രതികരണം ഇവിടെ നടത്തുന്നില്ല. കാരണം കാലങ്ങളായി ഇവിടെ CPM ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ BJPയുടെ ഭാഗത്തുനിന്നും വലിയ പ്രക്ഷോഭങ്ങളൊന്നും കാണുന്നില്ല. ഇനിയെങ്കിലും മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷന്റെ കാര്യത്തിലും കേരളം നമ്പർ 1 ആയി തുടരുന്നു. തീർച്ചയായിട്ടും.